നഗരത്തിലെ സ്ത്രീകളുടെ സുരക്ഷ കൂടുതൽ ഉറപ്പിക്കുന്നതിനായി തമിഴ്നാട്ടിലെ നിരത്തുകളിലേക്ക് പിങ്ക് ഓട്ടോകൾ എത്തിയിരിക്കുകയാണ്. സാമൂഹിക നീതി വനിതാ ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഓടിക്കുന്ന 100 ഓട്ടോകളാണ് പുറത്തിറക്കിയത്. സംസ്ഥാനത്താകെ 150 ഓട്ടോകൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തിറക്കും. നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലാണ് തമിഴ്നാട് മന്ത്രി MK സ്റ്റാലിൻ ഗുണഭോക്താക്കളായ വനിതകൾക്ക് ഓട്ടോകൾ കൈമാറിയത്. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ പേരിൽ നഗര സ്വയം സഹായ സംഘത്തിന്റെ വനിതാ അംഗങ്ങൾക്ക് 50 ഇലക്ട്രിക് ഓട്ടോകളും അദ്ദേഹം കൈമാറി. സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷയും സ്ത്രീ ഡ്രൈവർമാർക്ക് വരുമാനവും ഉറപ്പാക്കുക എന്നതാണ് പിങ്ക് ഓട്ടോ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഏകദേശം 1 വർഷത്തോളം നീണ്ട നടപടികൾക്കു ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. സ്ത്രീകൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനം നേരത്തെ നൽകിയിരുന്നു. വാഹനം വാങ്ങുന്നതിനുള്ള തുകയുടെ ഒരു വിഹിതം സർക്കാർ നൽകി. ബാക്കി തുക കണ്ടെത്തുന്നതിന് ബാങ്ക് വായ്പാ സൗകര്യവും ഒരുക്കി. റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയ്ക്ക് സമീപം രാത്രി സമയങ്ങളിലും ഓട്ടോ സേവനം ലഭിക്കും. അതോടൊപ്പം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചെന്നൈയിലെ ഓട്ടോറിക്ഷകളിലും ക്യാബുകളിലും QR കോഡ് സംവിധാനം ഏർപ്പെടുത്തി. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിനെ നേരിട്ട് ബന്ധപ്പെടാൻ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഡ്രൈവറുടെ സീറ്റിന് പിന്നിലായാണ് ഈ QR കോഡ് പതിക്കുക. കോഡ് സ്കാൻ ചെയ്ത് SOS ബട്ടൺ അമർത്തിയാൽ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കും. ഏത് സമയത്തായാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണിതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ നഗരങ്ങളിലായി പുതിയ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ നിർമ്മിക്കുമെന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. 72 കോടി രൂപ ചെലവിലാണ് കാഞ്ചീപുരം, ഈറോഡ്, ധർമ്മപുരി, ശിവഗംഗ, തേനി, കടലൂർ, നാഗപട്ടണം, റാണിപ്പേട്ട്, കരൂർ ജില്ലകളിലായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കുകയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 700 കിടക്കകളുള്ള ഹോസ്റ്റലുകളിൽ ബയോമെട്രിക് എൻട്രി, വൈഫൈ സൗകര്യം, ശുദ്ധീകരിച്ച കുടിവെള്ളം, 24 മണിക്കൂർ സുരക്ഷ എന്നിവയുൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ഓട്ടോയിലും GPS സംവിധാനമുള്ളതിനാൽ എപ്പോഴും പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാകും. മുഴുവൻ ഓട്ടോകളിലും മീറ്റർ നിരക്കാണ് ഈടാക്കുക. അതേസമയം ഓല, ഊബർ മാതൃകയിൽ യാത്ര ബുക്ക് ചെയ്യുന്നതിന് ആപ്പ് പുറത്തിറക്കുന്ന നടപടികളും സർക്കാർ ആരംഭിച്ചു. ആപ്പിലെ തുക മാത്രമേ യാത്രക്കാർ നൽകേണ്ടതുള്ളൂവെന്നും കമ്മീഷന്റെയും മറ്റും പേരിൽ അധിക തുക നൽകേണ്ടി വരില്ലെന്നും സാമൂഹിക ക്ഷേമ മന്ത്രി ഗീതാ ജീവൻ പറഞ്ഞു.